ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഒരു ചെറിയ വ്ളോഗാണ് എടുക്കാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ഫാക്ടറി ഉണ്ട്. അത് എൻ്റെ വായിച്ചിൻ്റെ കാലത്ത്, എൻ്റെ വാപ്പൻ്റെ വായിച്ചിൻ്റെ കാലത്തുള്ള ഒരു ഫാക്ടറിയാണ്. അപ്പോൾ എൻ്റെ വായിച്ചൊക്കെ ഈ ഫാക്ടറിയിൽ പണിയെടുത്തതാണ്. അപ്പോൾ ആ ഫാക്ടറിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഗോളിയോറൻസ് എന്നാണ്. എനിക്കറിയണതാട്ടോ ഈ വ്ളോഗിൽ പറഞ്ഞുതരാൻ പോണേ. ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്പുറം സൈഡിലേക്കാം. അപ്പോൾ ഈ ഫാക്ടറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങളോളം പഴക്കമുള്ള ഫാക്ടറി ആട്ടോ. വർഷങ്ങൾക്കെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പൂട്ടിപ്പോയ ഫാക്ടറിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇവിടെ ഈ പൂട്ടൊക്കെ ഇട്ടച്ചാണ്, കണ്ടോ, ഒരു വലിയ തരം പൂട്ടൊക്കെ ഇട്ടച്ചാണ്. കാണിച്ചു തരാം. ഇതാ വലിയ കൈ ഒടുങ്ങി. ഇതാ വലിയൊരു പൂട്ടൊക്കെ ഇട്ടച്ച് അടച്ചിട്ട ഫാക്ടറിയാണ്. അപ്പോൾ അങ്ങോട്ട് പെർമിഷൻ ഉണ്ടോ അറിയില്ല. നമ്മൾ എന്തായാലും അവിടെ മേലെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതെടുക്കും, പെർമിഷൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴൊന്നും പെർമിഷൻ എടുത്തില്ല. നമ്മൾ അവിടെ പോയിട്ട് ഒരു പെർമിഷൻ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് കാണിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മളെ പിടിച്ചെറിയാൻ മതിയാവും, ചിലപ്പോൾ നമുക്ക് പെർമിഷൻ തരും. അപ്പോൾ നമുക്ക് നോക്കാം. പെർമിഷൻ തന്നാൽ നമ്മൾ കഴിച്ചിലായി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ഫാക്ടറിയാണ്. കാണിച്ചു തരാം. ജനലൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കാണിച്ചു തരാം. അതാ കണ്ടോ, പണ്ടത്തെ ഫാക്ടറി പറഞ്ഞാൽ മോനെ, ഞാനൊക്കെ ജനിച്ചിട്ടുണ്ടാവില്ല അന്ന്. ഞാനൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. കണ്ടോ, ജനലൊക്കെ പൊട്ടിപ്പോയത്, മരത്തിൻ്റെ ജനലുണ്ടില്ലേ, അത് കണ്ടില്ലേ. ഇപ്പോൾ എന്നോ ഉള്ള ഫാക്ടറി, എന്നോ ഉള്ള ഫാക്ടറി, എനിക്ക് അറിയും കൂടിയില്ല. അതാ ഒരു മച്ചാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു ഇങ്ങനെ. അപ്പോൾ എന്നോ ഉള്ള ഫാക്ടറിയാണ്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞ് വലിപ്പിച്ച് കൊണ്ടുപോകില്ല. അമ്മ ഇനി സെക്യൂരിറ്റീനെ അടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കാം, എടുക്കാൻ പറ്റൂല എന്നുള്ളത് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ടേക്കാണ്, ഹെൽമെറ്റ് ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് പുറത്തേക്കാണ്. ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടേക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളവിടെ പോയിട്ട് ചോദിക്കും, പെർമിഷൻ എടുത്തിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ വേറെ വ്ളോഗ് എന്തെങ്കിലും എടുത്തിടാം. അപ്പം ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഇരിക്കലുണ്ട്, അവിടെ സെക്യൂരിറ്റിനെ കാണില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞ് അതിൻ്റെ മേലെ പോയാലും ഒരു സെക്യൂരിറ്റി ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ മേലെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇത് പ്രൈവറ്റാണ്, ഇത് അടച്ചിട്ട സ്ഥലമാണ്. അടച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ അറിയില്ല. ഇതാ കാണിച്ചു തരാം. എൻ്റെ മോനെ, അത് നോക്കി, ഫാക്ടറി നോക്കി. ഇത് ഈ ഫാക്ടറി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വ്ളോഗൊന്നും എടുത്ത് വരില്ലേനി. ഞാൻ എവിടെയോ ഇപ്പോൾ ഇതിലൊക്കെ വർക്ക് ചെയ്ത് ഞാനിപ്പോൾ ആരോ ഈ ആക്സസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ BMW ബെൻസൊക്കെ ഇതിൻ്റെ കൈമേലുണ്ടാവുക ഈ ഫാക്ടറി ഉണ്ടെങ്കിൽ കേട്ടോ. ഇല്ലാത്ത പക്ഷേ ഞാനിപ്പോൾ അതാ ഈ വ്ളോഗൊക്കെ എടുത്ത് കഴിച്ചിലാവാൻ കളിക്കുന്ന കളികളാണിത്. കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഫാക്ടറികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യ മോൻ നമ്മൾ കഴിച്ചിലായിട്ടുണ്ട്. ഈ ഫാക്ടറി പൂട്ടി പോകാനുള്ള കാരണം നമുക്ക് വിശദമായിട്ട് നമ്മളുള്ള സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരാളോട് ചോദിച്ചിട്ട് അറിയാം. അല്ല മോൻ അവിടെ ഒരാളുണ്ട്, ചോദിച്ചു നോക്കാം. ഞാനില്ലേ ഒരു ചെറിയ യൂട്യൂബറാ. അപ്പോൾ അങ്ങോട്ട് പെർമിഷൻ വേണ്ട. എന്നെ അത് ചോദിക്കാനാ വന്ന്. അതിനോട് ഇതെടുക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, ഇത് എന്താ പൂട്ടി പോകാൻ എന്താ കാരണം? പൊല്യൂഷൻ പ്രശ്നം കാരണം അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? എൻ്റെ വീട് പറഞ്ഞ മാവൂര് ഇവിടെ അടുത്തായി കായലോ. അപ്പോൾ ഞാൻ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാ. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ പെർമിഷന് ഒന്നുമില്ല. അപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റൂല. എന്നാൽ ആയിക്കോട്ടെ, ശരി കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെ ഉള്ളതെന്ന് കാണിച്ചൂടെ? ഓക്കെ. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞ്. കണ്ടോ, അടിപൊളി ഫാക്ടറി. കണ്ടോ, ഏത് രസമാണ് ഇവിടെയൊക്കെ വന്ന് വ്ളോഗ് എടുക്കാനൊക്കെ. അടിപൊളി സ്ഥലം കേട്ടോ. മോൻ, അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ബിൽഡിങ് പറഞ്ഞാൽ എന്നോ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയിട്ടാ ബിൽഡിങ്. കാണിച്ചു തരാം, അങ്ങോട്ട് നോക്ക്. എൻ്റെ അള്ളിയാ. ഞാൻ അടിയിൽ ഒരു ഓട്ടോറിക്ഷക്കാരനെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് കൂളായിട്ട്, ഈ അടുത്ത് കയറിക്കടാ, ഒരു പ്രശ്നവും ഇല്ലാന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ മൂപ്പരാൾ പറഞ്ഞ് എടുക്കാൻ പറ്റൂലെന്ന്. എന്തായാലും ഇത്ര വരെ നിന്നോട്ടെ. ഈ പ്രേതങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരിക്കും ഇത്. അറിയാൻ പറ്റൂല. അത് കാണിച്ചു തരാം. അങ്ങോട്ട് നോക്ക്, ഫാക്ടറി നോക്ക്.
വേറെ തന്നെ ഫാക്ടറി. ഇത് ഏക്കറോളം നീണ്ടെടുക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് അങ്ങോട്ട് പോയേക്കാം. താറ് വിഷയം. അവിടുന്ന് അപ്പോൾ വ്ളോഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല, അതാണ് വിഷയം. ഓക്കെ, ഇതിങ്ങനെ പോയാൽ ഇനി നമുക്ക് നല്ലൊരു വ്ളോഗ് എടുക്കാം. ഇനി നമുക്ക് അടിപൊളി വ്ളോഗ് എടുക്കാം. വ്ളോഗ് പ്രാങ്കൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ കഴിയുന്നത് ഉള്ള മോനെ പുതിയൊക്കെ താറ് പോണോക്കി. എൻ്റെ അള്ളിയാ നോക്കി, ഇത് വേറെ തന്നെ ഒരു ബ്യൂട്ടി അല്ലേ ഇവിടെ. നോക്ക് നോക്ക് നോക്ക്, എൻ്റെ മോനെ. അതാ ഇതൊക്കെ ഫാക്ടറിന്റെ ഭാഗാട്ടോ. ഇതിന്റെ അപ്പുറത്തൊക്കെ ഏക്കറോളം ഫാക്ടറിയാ. ഈ മതിലൊക്കെ കെട്ടിയിട്ട് ഫാക്ടറിയാ. ഇത് മൊത്തം ഫാക്ടറിയാ. എൻ്റെ മോനെ, മാവൂർ റോട്ടിലാട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇത് മൊത്തം ഫാക്ടറിയാ. ഫാക്ടറിന്റെ ഭാഗമാണ് ഈ കാണുന്നത് മൊത്തം. ഈ കാണുന്ന മൊത്തം ഫാക്ടറിന്റെ ഭാഗാ. ഇതാ അങ്ങോട്ടും ഒക്കെ ഈ മതിലിന്റെ സൈഡ് മൊത്തം ഫാക്ടറിയാ. അപ്പോൾ നമുക്ക് ഇതാ കാണിച്ചു തരാം. ഈ പറഞ്ഞുതരാൻ അറിയിട്ടാണ് ഞാൻ മെല്ലെ അങ്ങോട്ട് പോകുന്നത്. അപ്പം നമ്മൾ അപ്പുറത്തേക്ക് പോവാണ്. ഇതൊക്കെ ഫാക്ടറി കേട്ടോ. ഇത് ഫാക്ടറിൻ്റെ പാലാണ് ഈ ഭാഗം മൊത്തം. ഈ പുഴ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് കടന്ന്. ഇതൊക്കെ ഈ കാണുന്ന, ഈ ക്യാമറയിൽ കാണുന്ന ഈ കാട് മൊത്തം ആ ഗോളിയോറൻസിൻ്റെ ഭാഗം ഇനി. അപ്പോൾ ഓല് ഈ പുഴയിലൊക്കെ എന്തൊക്കെയോ വേസ്റ്റ്, ഈ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് പൂട്ടിപ്പോയതാ. എൻ്റെ മോനെ, അങ്ങോട്ട് നോക്കി കിട്ടില്ല കാഴ്ച. ഇവിടെ വണ്ടി നിർത്താൻ പറ്റുമോ അറിയില്ല. നമുക്ക് ചെറിയൊരു വ്ളോഗ് എടുത്ത് നല്ല സൈഡാക്കി നിർത്തിയാണ്. ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നിർത്തിയിട്ടത്. കണ്ടോ ഈ വരൻ്റെ സൈഡ്. അല്ലെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം, ഇനിയിപ്പോൾ RTO ഒക്കെ ഈ വീഡിയോ കണ്ടല്ലോ, പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പാലത്തിന് മുകളിൽ ആരുമില്ല. ഇന്ന് നമ്മൾ കുറച്ച് കടയിൽ പോയിട്ട് കുറച്ച് മുട്ടായികൾ അധികം വാങ്ങും. ഇന്നലെ 3 മുട്ടായി ആണെങ്കിൽ ഇന്ന് നമ്മൾ 10-20 മുട്ടായി വാങ്ങാൻ പോവാണ്. പാട്ട് പാടുന്നവർക്കൊക്കെ മുട്ടായി കൊടുക്കാൻ പോവാം. നമ്മളെല്ലാവരും കൊണ്ട് പാട്ട് പാടിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മച്ചാ എന്ത് രസമാണ് കാണാൻ. നോക്ക്, എന്ത് രസമുള്ള സ്ഥലം അത്. അതാ അടിയിൽ ഇതിന് ഷട്ടറൊന്നും ഇല്ല കേട്ടോ. ഇതിന് മറ്റേ ഷട്ടർ ഇതൊന്നും ഇല്ല. ഫുള്ള് ഓപ്പണായി കിടക്കുന്ന പാലാണ്. അങ്ങോട്ട് നോക്കി അടിപൊളി കാഴ്ചയാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അമ്പോ രക്ഷയില്ലല്ലേ, കിടിലൻ. ഇനി നമുക്ക് കുറച്ച് അവിടെ പോയിട്ട് കുറച്ച് പാട്ട് പഠിക്കാം. പാട്ടോ ക്വസ്റ്റ്യനോ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നമുക്ക് സെറ്റാക്കാം. അങ്ങോട്ടേക്കാണ് ഊർക്കടവ്, അങ്ങോട്ടേക്കാട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മളെ ഊർക്കടവ് വരുന്നത്. അങ്ങോട്ടേക്കാണ് വരുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ചെക്കന്മാരൊക്കെ നോക്കിക്കുന്നുണ്ട്. എന്തോ ഞാനെല്ലാവരും പിടിച്ചിടും. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഹെൽമെറ്റ് ഇടണം. അപ്പോൾ നമ്മൾ കുറച്ച് മുട്ടായി വാങ്ങാൻ പോവാം കേട്ടോ. ഒരു 10 മുട്ടായി വാങ്ങാം. വെൻഡോസ് തന്നെ വാങ്ങാം. ഒരു 10 വെൻഡോസ് ഇരി. ഒന്ന് എടുത്തിരി, ഞാൻ വ്ളോഗ് എടുക്കാം. ഇതെടുത്തു. വെൻഡോസ് വേണ്ട, നമ്മൾ മറ്റേ ചോക്ലേറ്റിന് മുട്ടായാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാട്ട് പാടുന്നവർക്ക് മൊത്തം മുട്ടായി കൊടുക്കും. പാട്ട് പാടുന്നവർക്ക് മാത്രം, പാടാത്തവർക്ക് ഒന്നും കൊടുക്കില്ല. നല്ല വിട്ടോളം പറയും. അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മളെ പുഴയൊക്കെ കാണാം കേട്ടോ. അടിപൊളി. നമ്മൾ അടിയിലേക്കൊന്ന് വെറുതെ ഒന്ന് അടിയിലേക്ക് ഇറങ്ങാം. മുട്ടായി കിട്ടിയിട്ട് ഇറങ്ങാം. ഒരു കടലാസ് പൊതിഞ്ഞു തരും. നിങ്ങളെ പേരെന്താ? ഉസ്മാൻ. ഓക്കെ, ഇതൊരു ചെറിയ യൂട്യൂബ് ചാനലാ. അനസ് വ്ളോഗ് 21 എൻ്റെ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടിയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഫസ്റ്റ് വരുന്ന അക്കന്മാരോട് തന്നെ പാട്ട് പഠിപ്പിച്ച് നോക്കട്ടോ. ഓക്കെ, ഫസ്റ്റ് വരുന്ന അക്കനോട് തന്നെ പാട്ട് പഠിപ്പിക്കും. ഓക്കെ, അല്ല ക്വസ്റ്റ്യൻ ചോദിക്കണം. പാട്ട് പാടാം. എടാ മച്ചാ, എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ? പേരില്ലേ? നമുക്ക് പേരില്ല. ഇവിടെ നോക്കാം. ഓക്കെ, ഞാനൊരു ചെറിയൊരു യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഇങ്ങോട്ട് നോക്കി. ഡിലീറ്റ് ചെയ്ത്
അല്ല നിങ്ങൾക്കില്ലേ ഒരു പാട്ട് പാടാൻ അറിയെങ്കിൽ നിങ്ങൾക്കൊരു മുട്ടായി തരേന്. അവിടെ ചോദിക്കണോ? എല്ലാവരോടും ആയിക്കോട്ടെ. പേടിച്ചിട്ടാണെന്നാണ് അവർ പറയണത്. മടിയുള്ള ഒരാളോട് ചോദിച്ചോ. സ്റ്റെയിൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് മൊത്തം നമ്മൾ ചോദിക്കുക. അതാണ് നമ്മുടെ ചാനൽ കേട്ടോ. ഹലോ ബ്രോ, ഞാൻ ഒരു ചെറിയ യൂട്യൂബറാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരും. ഒരു 4 വരി പാട്ട് പാടിയാൽ മതി. പറ്റുമോ? അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് ഞാൻ പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ ഇല്ല, പാട്ടാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എടുക്കുന്നില്ല, വൈബ് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ബോട്ടൊക്കെ ഉണ്ട്, ബോട്ടൊക്കെ കാണിക്കാൻ പോകും. ബോട്ടൊക്കെ വെറൈറ്റി ബോട്ടുകൾ മോനെ. ആടുള്ള ടീംസൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. നോക്കണോലും നോക്കും, നോക്കാത്തവരും നോക്കൂല. ഇന്ത്യ മോനെ. ഇതാണ് നമ്മളെ ബോട്ട് കേട്ടോ. ആദ്യം ഇവിടെ ബോട്ട് സർവീസ് ഇനി ഈ പാലൊക്കെ വരുന്നതിന് മുന്നേ, ഈ പാലൊക്കെ ഈ അടുത്തുണ്ടായതാ. ഞാനൊക്കെ കുറേ ബോട്ടിൽ നമ്മളെ വണ്ടി കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് അക്കരെ വരെ എത്തിക്കും. അതാ ഞാൻ കാണിച്ചു, അവിടെ കണ്ടില്ലേ, അവിടെ വരെ ബോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇതിലെങ്ങനെ കയറി അങ്ങോട്ട് പോകും. ഈ പാലം വരുന്നതിന് മുന്നത്തെ കഥകളാട്ടോ പറയണേ. അപ്പോൾ അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അനുഭവം. അപ്പോൾ അതാ ബോട്ടാണിത്. അപ്പോൾ ഒരു ബോട്ടുണ്ട്, ഹൗസ് ബോട്ട്. അതുകൊണ്ട് ഇതോ ഒരു ബോട്ടാണ്, അതും ഒരു ബോട്ട്. അങ്ങനെ 3 ബോട്ടുണ്ട് ഇവിടെ. അടിപൊളി. എളമരം പാലാട്ടോ, മാറിപ്പോയി പറയാൻ. പാലത്തിൻ്റെ പേര് പറയാണ്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷന് എളമരത്താണ്. മലപ്പുറം ബന്ധിപ്പിക്കുന്ന പാലാണിത്. അവിടെ മാവൂരാണെങ്കിൽ ഇവിടെ മലപ്പുറമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വ്ളോഗ് എടുക്കാൻ വരുന്നത്. അപ്പോൾ നമ്മളിനി കുറച്ച് മുട്ടായൊക്കെ വാങ്ങിക്കണ്. നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടിപ്പിക്കണം. 12 മിനിറ്റായി. അപ്പോൾ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ പാട്ടിലേക്ക് കിടക്കാൻ പോവാണ്, പാട്ടുകളെ ലോകത്തേക്ക് കിടക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ കുറവുണ്ട്. നമ്മളിനി മേലെ പോയിട്ട് ആൾക്കാരുള്ളടത്ത് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, ക്ഷമിക്കണം, എനിക്ക് ആ വ്ളോഗ് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല മച്ച. എന്നെ കട്ട് ചെയ്യാൻ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു പൊടി ഞാൻ കട്ട് ചെയ്യില്ല. അപ്പോൾ ഈ വ്ളോഗ് കാണുന്നുണ്ടാവും. അപ്പോൾ സോറി. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോവാം. ഇവിടെ പ്രൊമോഷൻ ചെയ്യണോ? വേണ്ട. ഇനി പ്രൊമോഷനൊക്കെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കും, ഫ്രീ ആയിട്ടൊന്നും പ്രൊമോഷൻ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കാണ് അവിടെ നഷ്ടം. അടിപൊളി ഉപ്പിലിട്ടൊക്കെ ഉണ്ട് നിശ. അടിപൊളി ഉപ്പിലിട്ടൊക്കെ ഉണ്ട്. പിന്നെ വടി ഉപ്പിലിട്ടുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആരോടെങ്കിലും പാടിപ്പിക്കാം. ഹിന്ദിക്കാരോടെങ്കിലും പാട്ട് പാടിപ്പിക്കാനും നോക്കിക്കോ. നമ്മൾ ഹിന്ദിക്കാരോടെങ്കിലും പാട്ട് പാടിപ്പിക്കൂ. അപ്പോൾ ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇട്ടൂല, അതായത് വീഡിയോ എടുക്കാൻ പറ്റൂല, അത് തെറ്റാണ്. നമ്മൾ മാവൂർ കൂടെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോണത് മലപ്പുറം ജില്ലയിൽ കൂടെ നമ്മൾ പോകാൻ പോണേ, തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം 3:17 ആയിട്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3:17 ആയി. ഒരു സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്കൂൾ വിടുന്ന ടൈമായതുകൊണ്ട് നമുക്ക് എന്താക്കാം അറിയോ, ഇതാക്കാം. കുറേ മക്കളുണ്ടാവും, ഓലൊക്കെ നമുക്ക് പാട്ട് പഠിപ്പിക്കുക. 10 മിഠായി ഉണ്ട്, 10 മിഠായി കൊടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ടാറ്റ. ഗൈസ് 3 സംതിങ് ആയതുകൊണ്ട് നമുക്ക് കുറേ ഫ്രണ്ട്സുകളെ കിട്ടും. ഫ്രണ്ട്സുകളല്ല, എന്താ പറയുക, കുറേ ടീമുണ്ട്. 10 ആൾക്കാരെ അടിപൊളി നല്ല പാട്ട് പാടുന്നവർക്ക് ഞാൻ ഉറപ്പായിട്ട് കൊടുക്കും, മിഠായി കൊടുത്തിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വായക്കാട് സ്കൂളിൽ എത്തിയിട്ട് അതിൻ്റെ പുറത്തുള്ളവരൊക്കെ പിടിച്ചിടും. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടിപൊളി ഒരു ഗ്രാമപ്രദേശമാണ്. ചുറ്റും പായൽ, നല്ല കിടില മഴയും വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ വ്ളോഗ് എടുത്ത് പോകണം. ഇതാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് പോയാൽ കോഴിക്കോടേക്ക് കയറാം, അങ്ങോട്ട് പോയാൽ എടന്നപ്പാറ കയറാം, അരീക്കോട് കയറാം, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും കയറാം.
അപ്പം തന്നെ അതാ കുറേ ബസ്സിൽ കുറേ മക്കൾ ഇറങ്ങിക്കണ്, കുറേ കുട്ടികൾ ഇറങ്ങിക്കണ്. നമ്മൾ ഓല പിടിച്ചിടണോ? വേണോ? വേണ്ടല്ലോ. നമ്മൾ വേറെ ആൾക്കാരുണ്ടാവും. ബസ്സിൽ മൊത്തം ആൾക്കാരാട്ടോ. അവിടെ കുറേ ടീം വരുന്നുണ്ട്, കുറേ ആൾക്കാർ, കുറേ ടീംസ്. കാറൊക്കെ പോയി ഇടിച്ചിന്. അത് അവിടെ കുറച്ച് ടീംസ് നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോകട്ടോ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഗൈസ് വ്യൂ നോക്ക്. നമ്മുടെ വായക്കാട് ഏരിയയിലപ്പോൾ ഉള്ളത് കിട്ടില്ല വ്യൂ. വായക്കാടേക്ക് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് വ്ളോഗ് എടുക്കാൻ വരുന്നേ. എന്താ സ്ഥിതി ഒന്നും അറിയില്ല. അവ പോയോക്കാം. മോനെ വണ്ടിയൊക്കെ എന്ത് പോക്കാ പോണേ. അത് നമുക്ക് പാട്ട് പാടുന്നോടത്ത് എടുത്ത് നിർത്താം. നമുക്ക് വ്ളോഗ് കൂടിക്കൊണ്ട് നിൽക്കാം. ഹലോ, ഞാൻ ഒരു യൂട്യൂബറാ. എടാ അങ്ങോട്ട് പോവാ. ഞാൻ ഒരു യൂട്യൂബറാ. ഈ ഒരു പാട്ട് പാടുകയാണെങ്കിൽ എനിക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തരും. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കേ. കുറച്ച് ഇടക്കട്ടെ? ആയിക്കോട്ടെ, പഠിക്കോ. ഞാൻ ഫേമസ് യൂട്യൂബറാ. എനിക്ക് എന്നെ അറിയില്ലല്ലോ. ഈ അറിഞ്ഞോളൂ, മിക്കവാറും അറിയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയോ? പാട്ട് പാടാൻ അറിയില്ല? എന്താ, എനിക്കറിയാലേ? എന്നാൽ ഈ പാട്ട് പാടാം. എനിക്കൊരു ഗിഫ്റ്റ് തരാം. കുറച്ച് ഇങ്ങോട്ടേക്ക് നിന്നോ. ഈ നോയ്സ് കേൾക്കണ്ട. പാട്ട് പഠിക്കോ. അറിയണ പാട്ട് പഠിക്കും. 4 വരി പാടിയാൽ മതി ഗൈസ്. 4 വരി ഇപ്പം പാടിയാലും നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോട്ടോ. ചൂടി നടക്കുന്ന ചൂര്യതിലേറിയ സ്വർഗവനാണ്, ദഹാബിന് വേണ്ടി നടക്കുന്ന കിസയതുപോലൊരു പാട്ടവനാ. ദിനാറിന്റെ പായിൽ കിടന്നാണ് തൂക്കം, മസറാത്തി കൂട്ടിൽ ഇരുന്നാണ് പോക്കും. ഇഞ്ചി മോനെ നീ അടുത്ത ടാക്സി ചെയ്യിക്കോ. അപ്പോൾ ഗൈസ് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നമുക്ക് തരാം ഗിഫ്റ്റ്. പാട്ട് പാടാത്ത ഓനും സപ്പോർട്ട് ചെയ്തത്. നമ്മൾ ചെറിയ യൂട്യൂബറാ. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരെന്താ അറിയോ? അനസ് വ്ളോഗ് 21 സ്പേസ് ഉണ്ടാണ്ട് അടിച്ചാൽ അക്കിന്നെ കാണാം. അപ്പോൾ ഒന്ന് വേറെ ഒന്നും പറയാനില്ല. ചെക്കന്മാരൊക്കെ ഹാപ്പി? ഓക്കെ, വിട്ടോ. ഇവനെ ചോദിച്ചോക്കാം. പക്ഷെ വണ്ടി ഇവിടെ വെച്ചിട്ടാ പരിപാടി. നമുക്ക് പാട്ട് പാടാൻ അറിയോ? മനസ്സില്ല, പഠിക്കണ്ടേ? തീരെ അറിയില്ല, തീരെ പാട്ട് പാടാൻ അറിയില്ല. അമ്മ ഇനി കുറച്ച് അങ്ങോട്ടേ പോവാ. ചെക്കന്മാരൊക്കെ പിടിച്ച് ഇന്നെ എയറിലിട്ടു. അപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബറല്ലേ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകട്ടോ, പരിപാടി തുടങ്ങാൻ പോവാം. പെട്രോൾ ഇതാ മിന്നി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പരിപാടി. അത് എന്നെ കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ പോകാട്ടോ. ഹെൽമെറ്റ് ഇടാം. ഹെൽമെറ്റ് ഗൈസ്, ഇവിടെ മൊത്തം ടീംസ്. ആരോടെ പാട്ട് കഴിക്കുക? ഇവിടെ മൊത്തം ആൾക്കാരാ. ഇതാണ് ആകെ 10 മുട്ടയെ വാങ്ങി. ആർക്കാ കൊടുക്കുക? ആർക്കാ കൊടുക്കത്? ഇഞ്ചി മോനെ, ഇവിടെ മൊത്തം ടീംസാ. ഇവിടെ മൊത്തം ടീംസ് വെച്ചാൽ മൊത്തം ടീംസോട് ടീംസ്. ഇന്ത്യ മോനെ, നമുക്ക് കുറച്ച് അങ്ങോട്ട് ക്രൗഡ് പിടിക്കണ്ട. ഇന്ത്യ അള്ളിയ, ഇതൊരു കലക്കും. അങ്ങോട്ടാ പോവാ? അല്ല, ഞാൻ ഒരു വ്ളോഗാണ്. ഗൈസ്, ഞാൻ അവിടെ എത്തിയിട്ട് നമ്മൾ കുറേ പാട്ട് പാടിപ്പിക്കാൻ പോട്ടോ. ഓക്കെ, ഇത് പാട്ട് പാടിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് പാട്ട് പാടാം. ഇവിടെ ഞാൻ വായക്കാട് സ്കൂളിൽ ഞാൻ പഠിച്ചേ. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് പാട്ട് പാടിപ്പിക്കാം. ക്രൗഡ് എനിക്ക് തീരെ ഇഷ്ടമല്ല. തീരെ നല്ല വ്യൂ ആട്ടോ. കിട്ടില്ല വ്യൂ, ഒന്നും പറയാനില്ല. കിട്ടില്ല ഫിറോസ് വ്യൂ. ഇവിടെ ഹലോ ഗായ്സ്, ഓല പിടിക്കല്ലേ? പിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. എനിക്ക് ഹലോ ഗായ്സ് പറഞ്ഞ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഹലോ, ഞാൻ ഒരു ഫേമസ് യൂട്യൂബറാ. ഒരു പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഞാൻ തരും. പഠിച്ചോനെ ഞാനില്ല, പോയായിരുന്നു. ഓക്കെ, വിട്ടോ. ഇവിടെ നിന്ന് പാട്ട് പാടിയിട്ട് പോകണുള്ളൂ.
പേരെന്താ അറിയോ? ഇങ്ങോട്ട് പറഞ്ഞുതരാ. പോവല്ലേ എടി, ഞാൻ ഇങ്ങനത്തെ എടീന്ന് വിളിക്കരുത് നമ്മൾ. ഓക്കെ 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 ഓക്കെ. അതുകൊണ്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പോട്ടോ. ഗിഫ്റ്റിൻ്റെ പൂരാണ് ഗൈസ്, ഇവിടെ മൊത്തം ഗിഫ്റ്റിൻ്റെ പൂരം. നിങ്ങൾക്ക് ഗിഫ്റ്റ് ആണോ? പാട്ട് പാടിയോ ഗിഫ്റ്റ്? മാസ്ക് ഇട്ട് വേണോ പാട്ട് പാടിക്കോ? വേണമെങ്കിൽ റിസ്ക് എടുത്തോ, അടിപൊളി ഗിഫ്റ്റാണ്. രണ്ടാളും കൂടെ പഠിക്കോ, ഒരു പ്രശ്നമില്ല, പഠിക്കോ. കുറച്ച് റിസ്ക് ഉള്ള പരിപാടി. ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റെ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പറയ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടിയാൽ ഗിഫ്റ്റ് ഉണ്ട്. എന്ത് പാട്ട്? ഗിഫ്റ്റ് ഒരു മുട്ടായ. അതാ എനിക്കൊരു ഗിഫ്റ്റ് തരാം. ഇഞ്ചമ്മോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തരാൻ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും പാട്ട് പാടിയാലേ ഗിഫ്റ്റ് തരുള്ളൂ. വെറുതെ ഇന്റെ ചാനൽ നോക്കിക്കോ, ഫുൾ ഗേൾസ് പാട്ട് പാടുന്നേക്കും, ബോയ്സും പാട്ട് പാടും. കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ. അവൾക്ക് ഇപ്പോൾ എങ്ങ് പാട്ട് പാടാൻ അറിയാത്തവര് പോയിക്കോട്ടോ. വിട്ടോ വിട്ടോ. എന്നാ പാട്ട് പാടി. ആ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് മുട്ടായി തരാം. എന്ത് പാട്ട് പാടിയാലും നമ്മൾ കൊടുക്കൂ. നമുക്ക് പാടിക്കോ, പാടിക്കോ. പാടുന്നവർക്ക് മുട്ടായി ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ പേരെന്താ? അബ്ദുൽ അസീസ്. ഇതൊരു യൂട്യൂബ് ചാനലാ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ ഈ പാടത്തെ കുറിച്ചോ? ഇവിടെ എന്തെങ്കിലും? നല്ലൊരു മനോഹരമായ സ്ഥലമല്ലേ? ആ, പിന്നെ മീൻ വളർത്തുന്ന സ്ഥലമാണ്. ആ, പിന്നെ ഈ പൂ ഇതൊക്കെ രാവിലെ ഒന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ആ, നിങ്ങൾ കുറച്ച് സൗണ്ട് പറഞ്ഞോളിട്ടോ. ഞാൻ കായലത്തെ വീട്. അപ്പൊ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങി വരാം. ഇതിപ്പോ രാവിലെ വന്നാൽ നല്ല ഇതുണ്ടാവും. ഇത് നല്ല മഞ്ഞൊക്കെ ഉള്ള നല്ല അടിപൊളി കാഴ്ചയല്ലേ? പിന്നെ ഇതിൽ മീൻ ഉണ്ടാവലുണ്ട്. ആ, പിന്നെ കാലികളെ വളർത്തുന്ന. പക്ഷേ വർഷക്കാലമായാൽ മൂടി ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നല്ല കാറ്റുണ്ട്, നിൽക്കാൻ പല ആളുകളും വരലുണ്ട്. ആ ആ ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതാ നിങ്ങൾ അത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം. ഇതാ ഒരു മുട്ടായി. ഓക്കെ, നമ്മളെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വ്ളോഗ് പറയുന്നവർക്ക് മുട്ടായി കൊടുക്കും. ഇവിടെ ഈ കായലിൽ ചാടാൻ വരുന്നവരാന്ന് തോന്നുന്നു. ഒരു പാട്ട് പാടിയാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാം. പറ്റുമോ? റിസ്ക് എടുക്കാൻ പറ്റുമോ? റിസ്ക് എടുത്താലേ വിജയിക്കുള്ളൂ കേട്ടോ. റിസ്ക് എടുത്തോലെ ഇവിടെ എന്തോ കിട്ടിയിട്ടുള്ളൂ. എടാ, നമുക്ക് ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാടിക്കോ? ഇവലെ മുന്നേ വെച്ച് പാട്. ആ, കുറേ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇതിൽ പാട്ട് പാടിയാണ്. ഒരു പാട്ട് പാട്. പാടാൻ അറിയില്ല? എന്നാൽ നമുക്ക് ഗിഫ്റ്റ് തരാം. ഈ പാടൊന്നുമില്ല. ഗിഫ്റ്റ് എന്നാ പാടുപോയി? എന്നാ പോയിക്കോ. എന്താ ചെയ്യാ, ഇനിയിപ്പോൾ ഇവിടെ ആരുമില്ല. ഫുൾ നിങ്ങളെന്താ പാട്ട് പാടാൻ വരിക? നിങ്ങളെ വീട്ടിൽ പോവാ. പോയിക്കോ. ഇത് അനസ് വ്ലോഗ് 21 പുതിയ ചാനലാണ്. പ്രത്യേക തരത്തിലാണ് ചാനൽ കൊണ്ടുവരുന്നത്. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കണ്ടന്റ് എടുത്തിടും. ഇതൊക്കെ വീഡിയോ ഇടും. ഇതെല്ലാം വീഡിയോയിലുണ്ട്. ആ, അപ്പൊ കൊല്ലെങ്കിൽ എന്നാ ചോദിക്കി, കട്ടാക്കിയിട്ട് ചോദിക്കേണ്ട. ഇത് എന്തായാലും ഇടും. ഓക്കെ. നിങ്ങൾക്ക് എന്താ വേണ്ടി? 500 റുപ്യ? ഇന്ത്യയിൽ തന്നെ ഇവിടെ ഒന്നുമില്ല. ഞാൻ തുടങ്ങി വരുന്നുള്ളൂ. ചാനൽ മോണിറ്റൈസ് പോലും ആയില്ല. 1 മാസമായിട്ടേ ഉള്ളൂ. 1 മാസമില്ല, കുറച്ചായിന്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ 871 ഇനി അങ്ങോട്ട് കയറിക്കോളൂ. ഓക്കെ നമ്മൾ സെറ്റായ നമ്മൾ ഈ മുട്ടായി 1 റുപ്യേൻ്റെ മുട്ടായി കളിയൊന്നുമല്ല കേട്ടോ. പിന്നെ നമ്മൾ ചോക്ലേറ്റ്, ഡയറി മിൽക്ക് മൊത്തം കൊടുക്കും. ഫുൾ വെറൈറ്റി ചെയ്യും. അപ്പോൾ ഒരു ടീംസ് ഇങ്ങനെ ഒരു സ്പെൻഡറിൻ്റെ മുകളിൽ വരുന്നുണ്ട്. നമ്മൾ നിർത്തിയിട്ട് പാട്ട് പാടിയിട്ടേ പോകുള്ളൂ. എടാ മച്ചാ, ഒന്ന് നിർത്തി. ഞാൻ ഒരു യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട്, എന്തെങ്കിലും ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തരും. ചെറിയ ഗിഫ്റ്റ് കേട്ടോ, പൈസ പരമായ ഇതൊന്നുമല്ല. ഞാൻ തുടങ്ങി വരുന്നുള്ളൂ. എൻ്റെ മോൻ അവിടെ വിട്ടോളി നോക്ക്. വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല, ചെറിയൊരു ഗിഫ്റ്റ്. എന്നെ കൊണ്ട് പറ്റണത് ഞാൻ ചെയ്തു കൊടുക്കുക. ഞാൻ എൻ്റെ ചാനൽ വേണേൽ നോക്കി നോക്ക്. അപ്പോൾ ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല. എന്നെകൾ കണ്ടിട്ട് തന്നെ ഇല്ലല്ലോ.
ഫോണ് പോലെയല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഫോൺ നമ്മൾ ഇൻഷാല്ല നമ്മൾ എന്തായാലും സെറ്റാക്കി കൊടുക്കും. അതെ. അപ്പോൾ എന്നാല് റിസ്ക് എടുക്കാൻ വയ്യ, റിസ്ക് എടുത്താലേ വിജയിക്കുള്ളൂ കേട്ടോ. ആ അതാ പാട്ട് പാടി. ഓക്കെ ഓക്കെ. എടാ നിങ്ങളൊരു പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങളൊരു ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യില്ലേ സത്യം പറയും. ആ അല്ല ഒരു പാട്ട് പാടിക്കോ. എടാ എനിക്ക് പാട്ട് പാടാൻ അറിയോ? എനിക്കറിയില്ല. വാട്സാപ്പിന് ഗിഫ്റ്റോ? ഗിഫ്റ്റ് കാണിച്ചു തരാൻ പറഞ്ഞ ഒരു മുട്ടായിയാണ്. നമുക്ക് മുട്ടായി പറ്റൂലേ? പല്ലുവേന നന്നായി കിട്ടോ. പല്ലുവേന ഉള്ളവരൊക്കെ പൊയ്ക്കോ. പല്ലുവേന ചേമ്പ്. ഇനി നമ്മൾ അടുത്ത ആൾ വരുന്നുണ്ട്. ഇവരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. എൻ്റെ ഈ ക്യാമറ കണ്ടിട്ട് ആരും വരുന്നില്ല. ഗൈസ് ഇവർ വരുന്നില്ല. ഇനി നമ്മൾ ഗ്ലാസ് എടുത്തിടാം. എൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്, കോൺഫിഡൻ്റ് ഇല്ല. പറയാം ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടുന്ന് പാട്ട് പാടിച്ചിട്ടേ ഇവിടുന്ന് പോകണുള്ളൂ കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ ഫുൾ പാട്ട് പാടിച്ചിട്ടേ ഇവിടുന്ന് പോകണുള്ളൂ. എടാ നിങ്ങൾക്ക് ഇങ്ങോട്ട് വാ, ഒരു പാട്ട് പാടുകയാണെങ്കിൽ ഗിഫ്റ്റ് തരാം. എടാ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല, തീരെ അറിയില്ല. എടാ മച്ചാ പോവാ. ആ പാടുവോ? എടാ ഇങ്ങ ഈ ഗ്ലാസ് കിട്ടുന്ന കണ്ടിട്ട് എന്താ ജാടമാതിരി തോന്നുന്നുണ്ട്? ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് വേറെ ടീം, നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല. എടാ ഞാൻ ഈ പ്രാങ്ക് ഷോ ഒക്കെ എടുക്കുന്ന ആളാ. ആ ആണ്. എൻ്റെ പേരെന്താ? നിങ്ങളെ പേരൊക്കെ പറഞ്ഞോ. അനസ് വ്ലോഗ് 21 സ്പേസ് ഉണ്ടാണ്ട് അടിച്ചാൽ മതി. ഉറപ്പല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾ സ്കൂളൊക്കെ എന്നെ കത്തിക്കണം കേട്ടോ. എന്നെ പറഞ്ഞെടുക്കണം കേട്ടോ. നാളത്തേക്ക് 1 മില്യൺ. അനസ് വ്ലോഗ് 21 സ്പേസ് ഉണ്ടാണ്ട് അടിച്ചാൽ മതി. എടാ ഇതിൻ്റെ ഒരു പരിപാടിയാണ് ഇത്. തരികിട പ്രോഗ്രാം ഇല്ലേ നമ്മളീ പ്രാങ്ക് ഷോ ഒക്കെ ഇല്ലേ, അതേമാതിരിയാ. നിങ്ങൾ ഓടൊന്നും വേണ്ട. അതാ ഈ സൈക്കിളിലുള്ളവന് കുറച്ച് ജാട കൂടുതൽ, അതുകൊണ്ട്. ജാടല്ല. എടാ ജാട കുറച്ച് വേണം കേട്ടോ. എന്നാല് ഓ വാങ്ങാൻ കിട്ടും. 1 കിലോക്ക് കുറച്ച് ചെറിയ പൈസ ഉള്ളൂ. ഓക്കെ ഓക്കെ. നമ്മളിവിടെ ഫുൾ കളി കഴിഞ്ഞിട്ടാണ് മോനെ ഇവിടെ നിൽക്കുന്നത്. അത് നമുക്ക് ജാടൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ പൊതുജനങ്ങളിൽ ഇറങ്ങി നമ്മൾ കണ്ടന്റ് എടുക്കും. ഇന്നിപ്പോൾ വായക്കാട് ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ മോനെ ഇനി നമ്മൾ പോവാം. ഇതിപ്പോൾ എത്ര മിനിറ്റായി? 28 മിനിറ്റായി. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി മുട്ടായി ബാക്കിയുണ്ട്. ഇനി എന്താ ചെയ്യുക? വെറുതെ അവിടെ കൊടുത്താലും മുട്ടായി. ഈ കുസിയൊന്നും ചോദിക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ മതി. ഹലോ, നിങ്ങൾക്ക് ഒരു പാട്ട് പാടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒറ്റക്ക് അല്ല, ഞാനല്ല പാട്ട് പാടുന്നത്. നിങ്ങൾ പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരും. ഒരു മുട്ടായി തരാം. ആയിക്കോട്ടെ. 1 റുപ്യക്കാണ് പാട്ട് ഇപ്പോൾ പാടിപ്പിക്കണേ. ഒറ്റക്ക് പാടിക്കോ നോക്കുന്നത്. എന്താ ഒറ്റക്ക് പാടാൻ? ലാസ്റ്റ് ഞാൻ പാട്ട് പാടേണ്ടി വരും മിക്കവാറും. നമ്മളെ വണ്ടി ഇപ്പുറത്താണല്ലേ. അവിടെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോവാ, അല്ലെങ്കിൽ മൊത്തം വിഷയമാവും. നമുക്ക് ഇനി പോവാം ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ കുറച്ചപ്പുറത്ത് വൈൻഡപ്പ് ചെയ്യാം. മഴ പെയ്യുന്നുണ്ട്, നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാൻ വെള്ളം കാണിച്ചു തരാം. മഴ പെയ്യണതൊക്കെ മനസ്സിലാവും. ഓക്കെ, വെള്ളത്തിൽ ശ്രദ്ധിച്ചങ്ങ് മനസ്സിലാവേ. നൈസായിട്ട് മഴ അങ്ങനെ പൊടിയുന്നുണ്ട് അല്ലേ. ഒരു ചെറിയ യൂട്യൂബറാ. നിങ്ങൾക്ക് അറിയണ പാട്ട് നിങ്ങൾ പാടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരും. അറിയോ? അങ്കറിയില്ല? അങ്കറിയോ? 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 ആ എന്നാ ഒരു പാട്ട് പാടിക്കോ. അനസ് വ്ലോഗ് 21 സ്പേസ് ഉണ്ടാണ്ട് അടിച്ചാൽ മതി. അപ്പം പിന്നെ കാണാം. എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ? ഏതെങ്കിലും പാട്ട് മതി. എൻ്റെ പേരെന്താ? മണികണ്ഠൻ. എൻ്റെ പേരെന്താ? മിസ്സബ്. മിസ്സബ് ഒരു പാട്ട് പാടാന്നാ പറയണേ. മിസ്സബ് പാട്ട് പാടുന്നാല്
ഏത് മതിയോ? ഏത് പാട്ട് മതി. ഏത് മതി? ആ മതി. കാക്കേ കാക്കേ എടോ കൂടെ. ഇത് നമ്മളെ തുളയ്ക്കുന്ന പാട്ടാണല്ലോ. എടോ നല്ല ഈ ഇതിങ്ങനെ കാക്കേ കാക്കയെന്നാണോ? ഇത് എവിടെയെങ്കിലും ഡാപ്സി ഒക്കെ കാക്കേ കാക്കയെന്ന് പാടുന്നത് കേട്ടണോ? ഡാപ്സി കാക്കേ കാക്കയെന്ന് പാടുവോ? അതെ, പുതിയ പാട്ടൊക്കെ ഇല്ലേ? പാട്. ഇതാ ഇവൻക്കൊക്കെ അറിയാതെ തോന്നുന്നു. ഇവൻ പറയാണ്ട് നിക്കുക. അനക്കറിയില്ലേ? പാട്ട് പോലും കേൾക്കില്ല. എടോ അനക്ക് പാട്ട് പാടാൻ അറിയോ? അതെ 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 അതെ. കാക്കേ കാക്കേ കൂടെ ഇവിടെ. ഈ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 8 കാക്കേ കാക്കയെന്നാ പഠിപ്പിക്കണേ. ആ ഏതെങ്കിലും മതി. എന്നായിക്കോട്ടെ. ഓൻ കാക്കേ കാക്കേ പറഞ്ഞതിനോട് ഓൻക്കൊരു മുട്ടായി കൊടുക്കാം. എന്നാ ഓക്കെ. എൻ്റെ പേരെന്ന് മിസ്സബില്ലേ? ഓക്കെ, മിസ്സബാണ് കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള പാട്ട് പാടിയത്. ഓക്കെ, എൻ്റെ വ്ളോഗിൻ്റെ പേര് അനസ് വ്ളോഗ് 21. സ്പേസ് കൊണ്ടാണ് അടിച്ചാൽ എന്നെ കാണാം. ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ, ഇന്നെ ആരും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും അറിയാൻ മതിയാവും. നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നിങ്ങളറിഞ്ഞതിനോട് സ്കൂൾ മൊത്തം അറിയും. ആണല്ലേ? ഓക്കെ, ഇപ്പോൾ സംശയം തീർന്നില്ലേ? യൂട്യൂബറാ? ഞാൻ കായലത്തുള്ള കുറച്ചപ്പുറത്ത്. ഞാൻ ഇവിടുത്തെ സ്കൂളിൽ തന്നെ പഠിച്ച നിങ്ങളമാര് പഠിച്ചു വന്നാ. ഞാൻ ടെസി ടീച്ചറെ ക്ലാസ്സിലേനി 10 ഇവിടെ പഠിച്ചത്. 871. യെസ്, ആയിക്കോട്ടെ. എന്നാലും നിങ്ങൾ എന്നാ വിട്ടു പോയിക്കോ. ആണല്ലേ? ഓക്കെ 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 ഓക്കെ. എന്നായിക്കോട്ടെ. 31 മിനിറ്റായി ഈ വീഡിയോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയൊക്കെ തന്നെ ഒരു വീഡിയോ ഉള്ളൂ. അനസ് വ്ളോഗ് 21. സ്പേസ് കൊണ്ടാണ്ട് അടിച്ചാൽ നമുക്ക് എന്നെ കാണാം. 1 മില്യൺ ആയെന്ന് തോന്നുന്നു. എന്നാൽ അവിടെ കുറേ ആൾക്കാർ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നോക്ക്, ഇന്ത്യ മോനെ, എനിക്ക് ഫാൻസ്. എനിക്കിപ്പോൾ ആരാധക ശല്യം കൊണ്ട് പുറത്തിറങ്ങായാലും ചെയ്യോ ഈ? ആ എന്നാ ചെയ്. ഇപ്പം തന്നെ വീട്ടിൽ പോയിട്ട് അടിച്ചോക്കെ കേട്ടോ. കുറച്ച് എഡിയൊക്കെ മോനെ. അമ്മഞ്ഞി എത്ര മുട്ടായി ഉണ്ട് നോക്കാം. റിസ്ക് എടുക്കാൻ വയ്യ. കുറച്ച് മുട്ടായും കൂടി ഉണ്ട്. ഇത് ഒരു 4 മുട്ടായും കൂടി ഉണ്ട്. 4 മുട്ടായി ഉണ്ട്. 4 മുട്ടായി എടുക്കാം. ഹലോ, നിങ്ങൾക്ക് ഉണ്ടപ്പൊരിന്നോ? ദയവ് ചെയ്ത് ഞങ്ങൾ പോയിക്കോ. ഇങ്ങോട്ട് പോവാടാ. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. കാറൊന്നും ഇടിക്കല്ലേ, നമ്മൾ ചെറിയ യൂട്യൂബറാ. എടി, എൻ്റെ ചാനലിൻ്റെ പേരെന്താ അറിയോ? പോലെ ഓടല്ലേ. എൻ്റെ ചാനലൊന്ന് അവിടെ പോയി അടിച്ചു നോക്കോ. ഗൈസ്, ഒരു ഫോർച്യൂണറൊക്കെ വരുന്നുണ്ട്. പോലെ പോളി ഫോർച്യൂണർ. അപ്പോൾ നമ്മൾ അവിടെ ഒരു RX 100 ടീമുണ്ട്. ഞാൻ എപ്പോൾ വരാം അവിടേക്ക് എത്തി. ഓനോ എന്തായാലും ഓൽക്ക് 4 മുട്ടായി ഉണ്ട്. 4 മുട്ടായി ഓൽക്ക് കൊടുത്തോളാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു വ്ളോഗ് ഇങ്ങനെ എടുത്തിടുക എന്നുള്ള ഒരു മൈൻഡാണ്. ഹെൽമെറ്റ് ഒന്നും ഇടാൻ വയ്യ. അത് കുറച്ചപ്പുറത്തേക്ക് ഇങ്ങനെ പോവാം. വണ്ടി ഓണാവുന്നില്ല. ബാറ്ററി നാളെ എത്തുള്ളൂ. റിസ്ക് എടുത്താലേ വിജയിക്കുള്ളൂ. ഈ ടീമിൻ്റെ അടുത്ത് വെച്ച് നോക്കാം. ബാഗൊക്കെ വെച്ച് ഓടുന്നു. എടാ എന്താടാ? എടാ ഇന്ത്യ മോനെ. എടാ ഇതവരാണ് ഇപ്പോൾ വിളിച്ചത് കേട്ടോ. വരെ വെച്ച് നോക്കാം. എടാ ഞാനില്ലേ ഒരു പ്രാങ്ക് ഷോ ഒക്കെ എടുക്കുന്ന ആളാ. അപ്പോൾ അതിനോടാണ് ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പേരെന്താ? എന്ത്? സിനാൻ വായക്കാട്. എൻ്റെ പേരെന്താ? ജിബിന്. നിങ്ങൾ പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം. അറിയുന്ന പാട്ട് പാടിക്കോ. ഗിഫ്റ്റ് പറഞ്ഞ അങ്ങനത്തെ ഒരു മുട്ടായി തരാം. എന്താടോ? എടോ, 1 ഉറുപ്പ്യക്ക് ഒരു വാരി പാട്ട് പാടുമോ? എന്നാല് എടോ, ഇതിൽ ഇഷ്ടം പോലെ ആൾക്കാർ പാട്ട് പാടി. അതെ, അവിടെ പാടി വിടുക. അതെ, മൂപ്പര് ആടെ പഞ്ചാര അടിക്കുന്നുണ്ട് പറയണേ. അവിടെ പഞ്ചാര അടിക്കുന്നുണ്ട്. പഞ്ചാര. ഏയ് യൂട്യൂബാ ചെറിയ പോട്ടെ. അല്ല ഓനെനിക്കറിയാം.
നമ്മളെ ടീമാ. എന്ത് എന്ത് അത് കേട്ടിട്ട് പോയാൽ മതി. എന്തായി പറഞ്ഞേ? എന്ത് കിളി? ഇത് കിളിയാണോ? കിളിയല്ല. സ്മെല്ലുണ്ടെന്നോ? ഞാൻ ഒന്നുകൂടി സ്മെല്ല് ചെയ്ത് തരാം. സ്മെല്ലുണ്ടോ? നേരത്തെ വന്നപ്പോണ്ടേന്. എടോ അടിച്ചാൽ നമ്മൾ അടിച്ചെന്ന് പറയും, അടിച്ചില്ല എന്ന് പറയും. നമ്മൾ അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എൻ്റെ ചാനലൊന്ന്, എൻ്റെ ഫോണുണ്ടോ? ഫോൺ വരല്ല. അപ്പോൾ എൻ്റെ ചാനലൊന്ന് പോയി അടിച്ചു നോക്കണ്ടി. അനസ് വ്ളോഗ് 21. ഓക്കെ, സ്പേസ് ഉണ്ടാണ്ട് അടിച്ചാൽ മതി. നമ്മൾ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? +2 അപ്പോൾ ഞാനും ഇവിടെ മുക്താറിൻ്റെ ക്ലാസ്സൊക്കെ അറിയോ? ഓനൊക്കെ ഈ വ്ളോഗ് കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇവിടെ 2002 ജനിച്ചത്. ഞാൻ ഇവിടെയൊക്കെ പഠിച്ച് പോയതാണ്. നമ്മൾ ടെസ്റ്റ് ടീച്ചറായി നമ്മൾ ക്ലാസ്, അപ്പോൾ ഒക്കെ പഠിച്ച് പോയതാണ്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഈ വ്ളോഗ് എടുക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് നമ്മളെ തളർത്തരുത്. ഓക്കെ, ഇനി തളർത്തുമോ? ഇല്ലല്ലോ, എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ വ്ളോഗ് കാണണം കേട്ടോ. ഓക്കെ, ഞാൻ കട്ടിങ്ങും വിട്ടിങ്ങും പരിപാടിയൊന്നുമില്ല. ഈ കറക്കണവനെ നമുക്കൊരു പാട്ട് പാടി തരാൻ പറ്റുമോ? ആ, അന്നെനിക്കറിയാം. എവിടെ അന്ന് ബീച്ചിലില്ലേനോ? അതെ. നമുക്ക് എന്നാ ഒരു മുട്ടായി എന്നാ എടുത്തോ. നിങ്ങൾക്ക് മുട്ടായി വേണോ? മുട്ടായി വേണോ? അതെന്താ ചെങ്ങയ്യ? ഈ 2 മുട്ടായികൾക്ക് കൊടുത്തോ. എന്നാ ഫുള്ള് തീർത്താള്. എന്നാ എടുത്തോ. ഒന്നുകൂടി എടുത്തോ. സ്റ്റാൻഡ് പോകണ്ട്. എടാ, എൻ്റെ ചാനൽ നോക്കിക്കോണ്ട്. അനസ് വ്ളോഗ് 21 എന്ന ചാനലിൽ വരും. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ആരാന്ന് ചോദിക്കണേ. ഓക്കെ, അതെ, ഫേമസ് ആവാണ്ടാണ് ഈ കളി കളിക്കുന്നത്. എൻ്റെ ഫോണുണ്ടോ? നിങ്ങൾ ഫോണൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ക്ലാസ്സിലേക്ക്? ഇല്ലല്ലോ. ഓല മൊത്തയിലുണ്ട്. ഓല ചോദിച്ചേ. അതെ. എടാ, നിങ്ങളൊക്കെ ഇപ്പൊ അടിച്ചെടുക്കേണ്ട പ്രായം, നമ്മളടിക്കേണ്ട പ്രായമൊക്കെ കൈ. ഓലൊക്കെ വ്ളോഗിലെടുത്ത്. ഓല പറഞ്ഞോണ്ടോ? ആദികൃഷ്ണ. ആ, ഓക്കെ. റിസ്ക് എടുത്തിട്ടാ മച്ചായി വ്ളോഗൊക്കെ എടുക്കണേ. അതിൻ്റെ ഇടയിൽ കൂടെ അല്ല, നിങ്ങൾ എന്താ +2 ആണോ അല്ലെങ്കിൽ +1 ആണോ? +2. ഓക്കെ, പൊളിക്ക്. പാസ്സായി വാ. ഓക്കെ, ഞാൻ ഇപ്പൊ എന്തായാലും വ്ളോഗ് എടുക്കാൻ അങ്ങോട്ട് പോട്ടെ. അനസ് വ്ളോഗ് 21. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പോവാട്ടോ നമ്മള്. ബ്രോ പോട്ടെ. അപ്പോൾ നമ്മളെ ചാനലിന്റെ പേരെന്താ അറിയോ? അനസ് വ്ളോഗ് 21 എന്നാട്ടോ. ആണ്? ഓക്കെ. അങ്ങെന്ത് 2 റുപ്യ? ഓ, തരാം. അനസ് വ്ളോഗ് 21 അല്ലേ? 5 റുപ്യ വെച്ചോ. ഓക്കെ, ഹാപ്പി അല്ലേ? അനസ് വ്ളോഗ് 21 എന്ന ചാനലിന്റെ പേര്. ഓക്കെ, സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഓക്കെ. ഇത്രയൊക്കെ വ്ളോഗുള്ളൂ. ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇവിടുന്ന് പിന്നെ വൈൻഡപ്പ് ചെയ്താലോ? ഹെൽമെറ്റ് ഇടാം. ഗൈസ്, അവിടെ നിന്നൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്ലാസ് ഇട്ടിട്ടായിരിക്കും ചിരി വരണേ. ഗ്ലാസ് കഴിച്ച് എടുത്തു വെക്കാം. ഓക്കെ, ഇനി ഹെൽമെറ്റ് എടുത്തിടാം. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ. ഈ കാണുന്ന ഈ വായക്കാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ഓക്കെ, ഇവിടെ ആദ്യം ഇങ്ങനെയൊന്നും ഇല്ല. ഇനി ഫുള്ള് മാറി. വായക്കാട് സ്കൂളാണ് ഇത്. മറ്റേ സ്കൂള് GNLP സ്കൂള്. അങ്ങനെ പോയാൽ നമ്മളങ്ങനെ എത്തും. അപ്പോൾ നമുക്ക് പോവാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അവിടെ കുറച്ച് ടീം പോകുന്നു. നമ്മളെ ഇക്ര ഹോസ്പിറ്റൽ അതാട്ടോ. എനിക്കറിയണമാരാണ് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുറച്ചപ്പുറത്ത് എത്തിയിട്ട് കാണാം. അതിലെങ്ങനെ പോയി നമ്മളെ ചെറുവട്ടൂർ സ്കൂളിൽ ഞാൻ പഠിച്ചിരിക്കണ്.
അവിടെ ഒരു ചെക്ക ലിഫ്റ്റ് അടിക്കുന്നു. എവിടേക്കാ? കൊണ്ടുപോയി കയറിക്കോ. കയറിക്കോ. എൻ്റെ പേരെന്താ? ദിൽഷാദ്. എവിടെ സ്ഥലം എവിടാ? മുണ്ടുപോയി ദർശില. ഓക്കെ. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 8-ലാ. ഓക്കെ. ഗൈസ്, ഓനെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദിൽഷാദ് എന്നാണ് പേര്. വേറെ എന്ത് പറയണം എൻ്റെ വ്ളോഗിൽ? ഞാനൊരു പുതിയ യൂട്യൂബറാ. ഇതൊക്കെ എൻ്റെ ചെങ്ങന്മാരാ. ഓരൊക്കെ വേറെ ഡിവിഷനിലേക്കല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ചെങ്ങന്മാരൊക്കെ ഈ വ്ളോഗിൽ പിടിച്ചിട്ടിരിക്കണേ. അപ്പോൾ ഈ വീട്ടിൽ പോയിട്ട് എൻ്റെ ചാനൽ നോക്കണ്ടേ. ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്നാ ചാനലിൻ്റെ പേര്. 21 വ്ളോഗ്. ഞാൻ ഡെയിലി 5 മണിക്ക് വീഡിയോ ആണ്. ഇതൊന്ന് അപ്ലോഡ് ആവും. അപ്പൊ നമുക്ക് എന്ത് വീഡിയോയിൽ എന്ത് പറയാണ്ടോ? സ്കൂളില് പഠിപ്പിക്കണൊക്കെ ഇല്ലേ? നല്ല പഠിപ്പിക്കലാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഇതെന്താ അരി സ്കൂളിൽ കിട്ടിയ? ഈ പ്രാവശ്യം ഓണത്തിന്റെ കൂടെ കൊടുക്കണേ. ഓക്കെ. അരിയൊക്കെ കൊടുത്തണേ സ്കൂളിൽ നിന്ന്. അപ്പൊ നമ്മള് പഠിക്കുമ്പോഴും ഉണ്ടേനെ അരിയൊക്കെ കൊടുക്കണേ. ഈ ഇവിടെ ഇറങ്ങാം. ഓക്കെ. ഇവിടെ ഇറങ്ങാം. അനസ് വ്ളോഗ് 21 എന്നാ ചാനലിന്റെ പേര്. എൻ്റെ പേര് ദിൽഷാദ് എന്നല്ലേ? ഓക്കെ. നമുക്ക് കാണാം. ഓക്കെ, കാണാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഊർക്കടലിൽ എത്തിയിട്ട് ബാക്കിയെടുക്കാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അടിപൊളി പള്ളി കാണാം കേട്ടോ. മാഷാ അടിപൊളി പള്ളിയാ. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവാം. ഊർക്കടവിൽ എത്തിയാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് ഓരോ ഈ വ്ളോഗിൽ ആഡ് ചെയ്യാം. ഞാൻ പറയുന്നത് ചിലപ്പോൾ വോയിസ് ക്ലിയർ ആവില്ല കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം. ഞാൻ ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇതിലിങ്ങനെ കറങ്ങി മാവൂര് കൂടെ പോയി ഇതിലിങ്ങനെ വന്നതാ. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്ത് തരണം. ഇനി നമ്മൾ ഊർക്കടയിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇതിപ്പോൾ 42 മിനിറ്റായി. ഗൈസ്, ഏതോ ചെങ്ങായി വിളിക്കുന്നുണ്ട്. ഗൈസ്, ഇപ്പം 43 മിനിറ്റായി. ഇന്നൊരു ഫ്രണ്ട് വിളിച്ചിനി. ഓൻ ബാക്കിലുണ്ട്. ഓനെ ഈ വ്ളോഗിൽ ആഡ് ചെയ്യാൻ. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ ലെങ്ത്ത് കൂടിക്കൊണ്ട് നിൽക്കുക. ഇത് സീനാവും. ഇത് അപ്ലോഡ് ആവാൻ കുറേ പണിയാണ്. 10 GB ഒക്കെ ഉണ്ടാവും ഒരു വീഡിയോ. 10 GB. 10 GB. ഓ, നാലേച്ച് നോക്കി. 10 GB പറയുമ്പോൾ 5-6 പടം ഇതിൻ്റെ ഇതായി. ഇതാണ് നമ്മളെ ഊർക്കടവ് ടൗൺ കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഊർക്കടവ് മൊത്തം വേറെ ടീംസിനെ കാണാം. നമ്മൾ ഇവിടുന്ന് ഒരു വ്ളോഗ് ചെയ്യാം. നമ്മൾ അടുത്തതിൽ ഇവിടുത്തെ ഒരു വ്ളോഗ് ഇടാം. ഇതാണ് നമ്മളെ ഊർക്കടവ് സ്വന്തം. നമ്മളെ ഊർക്കടവ് പാലം. ഇതാണ് നമ്മളെ ഊർക്കടവ് പാലം. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാം. ഇതിലൊക്കെ നമ്മൾ പോയതാട്ടോ. ഓക്കെ, നമ്മളെ ഊർക്കടവ് അടിപൊളി പാലം. ഓ, വേറെ വൈബ്. ചേട്ടാ, മീൻ കിട്ടുണ്ടോ? മീനുണ്ടോ? അതെ, മീന് കിട്ടിയതൊക്കെ എവിടെ? ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാനൊരു ചെറിയ യൂട്യൂബറാ. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്നാണ്. സ്പേസ് കൊണ്ടാണ് നേരെ അടിച്ചാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ. ഞാൻ തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെയൊക്കെ ഇറങ്ങി എടുത്താട്ടോ. നിങ്ങളതിൻ്റെ വ്ളോഗ് കണ്ട് അല്ലാ മോനെ കിട്ടില്ല. കാറ് മറ്റേ കിയൻ്റെ കാറാണ് തോന്നുന്നത്. കിയൻ്റെ അല്ല, കറക്റ്റാ മാറിപ്പോയി.
ആരെങ്ങനെ വിളിക്കുന്നേ? ഹലോ എടാ, വീഡിയോ ഇപ്പം കുറച്ച് ലെങ്ത് ആയിന്നാ. 45 മിനിറ്റ് ആയിട്ടോ ലെങ്ത്ത്. എന്താ ചെയ്യുക, എനിക്കാണ് ലെങ്ത്ത് ശ്രദ്ധിക്കണേ, എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ എല്ലാം എടുത്തു. അവൾക്ക് അടിപൊളി. ഒരു ഷട്ടർ 1 2 3 4 5 6 ഷട്ടർ തുറന്നാണ്. 6 8 ഷട്ടർ തുറന്നാണ്. ബാക്കി ഷട്ടറൊക്കെ ക്ലോസാണ്. ഇവിടെയൊക്കെ ഷട്ടർ ഓപ്പൺ ആയിരിക്കും. നമ്മളെ വണ്ടി അതാ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോനെ തൊണ്ടയിൽ വെള്ളമൊക്കെ വറ്റി, അങ്ങനത്തെ കളിയാണ് കളിച്ച്. അപ്പോൾ ഇതിപ്പോൾ പോയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്താൽ നമുക്ക് പൊളിക്കാം. നമ്മൾ വെറൈറ്റി മോഡൽ അഫ്സല പോണ അഫ്സല് തിരിഞ്ഞ് നോക്കാണ് പോയി. അഫ്സല് പോയി. പ്രണയമാ പുതിയ യൂട്യൂബ് ചാനൽ ഇതാ. അവളിങ്ങനെ വീഡിയോ എടുത്ത് പോട്ടോ. എൻ്റെ മോനെ പൊളി പാലാട്ടത്. കാണുന്ന മൊത്തം പാലം. വാവ്, അടിപൊളി പാലം, ഒന്നും പറയാനില്ല. കിഡിലൻ പാലാണ് ഈ കാണുന്നത്. ഊർക്കടവ് പാലം അങ്ങനെ തന്നെ പറയാം. എടാ, നിങ്ങൾക്ക് ഈ ഊർക്കടവ് പാലത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ. ഇത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. ഇൻഷാല്ലാ എന്തെങ്കിലും ഒരു ദിവസം കഴിച്ചിലായാൽ മതി. എനിക്കാവൂല ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കാൻ. ചില്ലറ ഇടങ്ങറല്ല ഇത് ഓരോരുത്തരുടെ മുന്നിൽ പോയി വ്ളോഗ് എടുക്കുമ്പോൾ. വണ്ടി ഓണാവണമെന്നില്ല. ഓണായി. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കാം. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ചേട്ടനെ അയച്ചതോ? ചേട്ടാ, മീൻ കിട്ടുന്നുണ്ടോ? കിട്ടില്ല. കിട്ടുന്നില്ല. അവിടെ ക്യാമറ ഉണ്ട്, നമുക്ക് വീഡിയോ കുറച്ചായിട്ട് എടുക്കാം. ഊർക്കട പാലം കയറിയിട്ടോ. ഇതാണ് നമ്മളെ അടിപൊളി റോഡ്. നമ്മൾ ഊർക്കടയിലേക്ക് വരുന്ന റോഡ്. എനിക്ക് പറയാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയോ ഒരു വ്ളോഗ് എടുക്കല്. എപ്പോഴും അടിപൊളിയായിട്ട് വ്ളോഗ് എടുത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. ചെയ്യാം. എന്തെങ്കിലും കഴിച്ചിലാവും. നമുക്കൊരു ദിവസം ഉണ്ട്. റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ നമ്മൾ കഴിച്ചിലാവുള്ളൂ. റോഡൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റോഡൊന്ന് മാറ്റണം. ഇതാണ് ഇപ്പം എൻ്റെ നാട്ടിലെത്തിട്ടോ. കറങ്ങി തിരിഞ്ഞ് നാട്ടിലെത്തിപ്പോ. ഇതാണ് എൻ്റെ സ്വന്തം നാട്. കായലമാണ് ഈ കാണുന്നത്. കായലരികത്ത് വളയെറിഞ്ഞപ്പോൾ വള വിലക്കിയ സുന്ദരി. നമുക്ക് പുതിയ ആള് ഒന്നുമില്ല ഇതിലിപ്പോൾ ആരെ പിടിച്ചിടാം. ഇപ്പം ആരുമില്ല. നമ്മൾ അടിപൊളി ലോറി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ലോറി. മോനെ ഭാരത ബെൻസ് പോയപ്പോൾ തന്നെ ഇളകിപ്പോയി ഞാൻ. നമ്മളെ കട നമ്മൾ റിട്ടേൺ നമ്മളെ ഹോമിലെത്തി. നമ്മൾ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഇടാൻ പോവാം. നമ്മൾ ഈ വീട്ടിലെത്തി. നമ്മൾ വ്ളോഗ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ 5 മണിക്ക് അടിപൊളി വീഡിയോ നമ്മൾ ഇറക്കിയിരിക്കും. പിന്നെ ഞാൻ കണ്ടൻറ്റുള്ള വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോ ഇറക്കും. ഇടയ്ക്ക് നല്ല വീഡിയോ ഇറക്കും. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റ. അവിടെ അത് സീനാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ നാളെ എന്താ എൻ്റെ ബെൽ ബട്ടൺ നെക്കിയിടണം. എന്നാലേ ഞാൻ ഇതിനെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ടാറ്റ.